പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലപ്പുഴയിലെ നൂറനാട് പയ്യനല്ലൂർ ഫുട്ബോൾ പ്രേമത്തിന് പേരുകേട്ടതാണ്. വേൾഡ് കപ്പിൽ മത്സരിക്കുന്ന ടീമുകളുടെ ആരാധകർ പയ്യനല്ലൂർ കുറ്റിയിൽ ജംഗ്ഷൻ ഫ്ലെക്സുകളും തോരണങ്ങളും കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കാൽപന്ത് കളിയിലെ മാന്ത്രികനായ ലിയോണൽ മെസ്സിയോടുള്ള ആരാധന നിറഞ്ഞു നിൽക്കുന്ന അർജന്റീൻ ടീമിന്റെ ഫ്ലെക്സിൽ ഒരു അതിഥി കൂടി കയറി പറ്റിയിട്ടുണ്ട്. ആ ആൾ ആരാണെന്ന് ഒന്ന് പരിചയപ്പെടാം. വേൾഡ് കപ്പിന് ആരവം ഉയർന്നതോടുകൂടി മലയാളികൾക്ക് ആഘോഷത്തിന്റെ കാലമായിട്ടുണ്ട്. അത് മലപ്പുറത്ത് മാത്രമല്ല, ഇങ്ങ് ആലപ്പുഴയിലും. ഇത്തരത്തിൽ ഫുട്ബോളിന്റെ പെരുക്കം ഉണർത്തുന്ന ഒരു ഗ്രാമമുണ്ട് ആലപ്പുഴയിൽ. ആ ഗ്രാമത്തിൽ ഈ ഫുട്ബോൾ ദൈവങ്ങളുടെ പോസ്റ്റർ പിന്തുടർന്ന് നമ്മൾ പോകുന്നത് ഒരാളെ കാണാനാണ്. മറ്റാരുമല്ല, മെസ്സിയെ. മക്കളെ, മെസ്സി എവിടെ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെസ്സി. അങ്ങ് റൊസാരിയോ തെരുവിൽ പിച്ച വെച്ച് നടന്ന മെസ്സിയല്ല, പയ്യനല്ലൂരിന്റെ സ്വന്തം രോമാഞ്ചമായ മെസ്സി. ഈ 7 വയസ്സുകാരന് മെസ്സി എന്ന് വെച്ചാൽ ജീവനാണ്. അർജന്റീനയുടെ 10ാം നമ്പർ ജേഴ്സി ഇവൻ ആവേശത്തിന്റെ കുപ്പായവും. ചെറുപ്പം മുതൽ ഫുട്ബോളിനോടും മെസ്സിയോടുമുള്ള അച്ഛൻ മഹേഷിന്റെ ഇഷ്ടമാണ് കുഞ്ഞുണ്ടായപ്പോൾ അവന് മെസ്സി എന്ന് തന്നെ പേരിടണം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഇല്ല, മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ കുഞ്ഞാണെങ്കിൽ മെസ്സി എന്ന് പേരിടണമെന്ന്. ആദ്യം ഒരു തമാശ പോലായിരുന്നു. പേരിട്ടത് മെസ്സിയോടുള്ള ആഗ്രഹം കൊണ്ട് അവരെന്താണെന്ന് ഇഷ്ടം അത് തിരഞ്ഞെടുക്കുക. മെസ്സി എന്ന് തന്നെ പേരിടുമെന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ തമാശ കേട്ട പോലെ ചിരിച്ചെങ്കിലും അമ്മ ശിവപ്രിയയ്ക്കും പേരിഷ്ടമായി. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പം കാണും, പിന്നെ മെസ്സി ഇട്ടപ്പോൾ പിന്നെ മെസ്സിയോടുള്ള ആരാധന കൂടി. 2026 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങൾ അമേരിക്കയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ ആഘോഷങ്ങളും ആരവങ്ങളുമായി കാൽപന്തിനെ സ്നേഹിക്കുന്ന ഇവിടുത്തെ നാട്ടുകാർ ഇത്തവണ കുഞ്ഞൻ മെസ്സിയെ ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് അർജന്റീനയുടെ കൂറ്റൻ ഫ്ലെക്സിൽ മെസ്സി മഹേഷിനും ഇടം കിട്ടിയത്. നൂറനാട് പയ്യനല്ലൂരിലെ ഫുട്ബോൾ ആവേശത്തിന് വേരുമുളച്ചിട്ട് വർഷങ്ങളായി. തലമുറകൾ പിന്നിട്ട് ഇന്നും ആ ആവേശം കെടാതെ കത്തുന്നു. ആദ്യമായിട്ടുണ്ടായിരുന്ന പ്ലേയേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബായിരുന്നു. അതായിരുന്നു നമ്മുടെ ഫുട്ബോളിൻ്റെ ആദ്യത്തെ ക്ലബ്ബ്. അവിടെ നിന്നാണ് ഞങ്ങൾ കളി കണ്ടു വളരുന്നതെല്ലാം അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഗ്ലാസ്കോ എന്ന് പറഞ്ഞ വേറെ ക്ലബ്ബ് ഉണ്ടായി. അതും ഫുട്ബോളിലേക്ക് എതിരിച്ചാണ്. ക്രിക്കറ്റ് അല്ല, ഇവിടെ ഫുട്ബോളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഫ്ലെക്സിൽ കണ്ടതിന് അറിയാം. ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ കപ്പടിച്ചപ്പോഴും ഇതേപോലെ ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ വർഷങ്ങളിലും കൃത്യമായിട്ട് ഈ രീതിയിലാണ് ഇവിടെ ആഘോഷം വന്നത്. ഇത്രയും തോരണങ്ങളല്ല, പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതിൽ കൂടുതൽ തോരണമായിരുന്നു ഇവിടെ അലങ്കരിച്ചിരുന്നത്. അർജന്റീനയ്ക്ക് മാത്രമല്ല, പോർച്ചുഗലിനും ബ്രസീലിനും ഫ്ലെക്സുകളുണ്ട്. പോസ്റ്ററുകൾ നിറയെ ആരാധനാ വാക്യങ്ങളും കാണാം. കൂട്ടത്തിൽ കൂടുതൽ അർജന്റീന ഫാൻസാണ്. പക്ഷേ ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ പോസ്റ്ററിലും തൂക്കിയിരിക്കുന്ന ഓരോ തോരണത്തിലും എല്ലാ ടീമിന്റെയും ആരാധകരുടെ കയ്യൊപ്പുണ്ട്. കാൽപന്ത് കളി പകരുന്ന ഐക്യത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നാടിന്റെ ഒന്നാകെ ആരവമാണ് ഈ കേൾക്കുന്നത്. ക്യാമറമാൻ ദീപക് ജേക്കബിനും അജയ്ക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.